ജീവനാഥ അതിൽ നിങ്ങൾ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതെ, വീണ്ടും ഒരു ക്രിസ്മസ് കാലം വരവായി. ഭൂമിയിൽ ആരാലും അറിയാതെ തിരസ്കരിക്കപ്പെട്ടവനായി ജനിച്ച് ഇന്ന് ലോകം മുഴുവന്റെയും രക്ഷകനായ യേശു ക്രിസ്തു ജനിച്ച പുണ്യദിനം. പക്ഷെ നമ്മൾ ഇന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്രിസ്മസ് എന്ന് വെറും ആഡംബരങ്ങൾക്ക് വേണ്ടിയും ആഘോഷങ്ങൾക്ക് വേണ്ടിയും മാത്രമായി ഒതുങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവോ? യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവല്ലേ അവിടെ പ്രധാന കഥാപാത്രമായി മാറേണ്ടത്? പക്ഷെ ഇന്ന് പലതും സാന്റാക്ലോസിനും ക്രിസ്മസ് എൽഫ്സിനും ഗ്രിഞ്ചിനും കുറെ ഡെക്കറേഷൻസിനും മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ മറന്നു പോകുന്നത് അന്ന് പുൽക്കൂട്ടി ജനിച്ച യേശു ക്രിസ്തുവിനെയല്ലേ? അതെ, അവന്റെ ദിനമാണ്. അവന് വേണ്ടിയാണ് നമ്മൾ മനസ്സൊരുക്കേണ്ടത്. വിശുദ്ധിയോടെയും കുമ്പസാരിച്ചൊരുങ്ങിയും കുർബാനകൾ കണ്ടും നമ്മൾ മനസ്സൊരുക്കി ക്രിസ്മസിന് യേശുവിനെ വരവേൽക്കേണ്ട ഒരു ദിവസമാണ്. പക്ഷെ പലതിനും പുറമെ നമ്മൾ പോകുമ്പോൾ നമ്മൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്. തന്റെ ജീവിതം കുരിശിൽ നമുക്കായി നൽകിയ ആ സ്നേഹം മുഴുവൻ നമുക്കായി നീക്കിവെച്ച യേശു ക്രിസ്തുവിനെ അവന് വേണ്ടി ആ ദിവസം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അവിടെയാണ് യഥാർത്ഥ ക്രിസ്മസ് ഇരിക്കുന്നത്. മറ്റുള്ളവരെ സഹായിച്ചും ചെറിയ ചെറിയ നന്മകൾ ചെയ്തും മാതാപിതാക്കളെ സഹായിച്ചും മറ്റുള്ളവരെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞും ആ ദിനത്തിനായി നമ്മൾ ഒരുങ്ങണം. ഇന്ന് ഞാൻ പറയുന്ന ഒരു ചെറിയ പുണ്യപ്രവൃത്തി എന്താന്ന് വെച്ചാൽ, ഒരു 3 സ്വർഗ്ഗസ്നായ പിതാവ് ചൊല്ലി നമ്മുടെ യേശുവിന്റെ വരവേൽപ്പിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നന്ദി. ഹാപ്പി ക്രിസ്മസ്.